ഈ പൂരനഗരിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജയരാജേട്ടനെ കണ്ടത്. അപ്പോൾ ജയരാജേട്ടൻ ഈ ഒരു പൂരത്തിൻ്റെ സ്ഥിരം ആളാണ്. നമുക്ക് ഒന്ന് ചോദിക്കാം, ജയരാജേട്ടാ, ഇപ്രാവശ്യം മഴയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. മഴ അവിടെ നടക്കും, പൂരം അവിടെ നടക്കും. മഴ ഒരു അനുഗ്രഹമല്ലേ. പക്ഷെ ഒരു ആശങ്ക ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അത് നമ്മുടെ എന്താ പറയേണ്ടത്, ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിൽക്കുന്ന മഴക്കാറാണ്. കാരണം കേരളത്തിൽ മറ്റെല്ലായിടത്തും മഴ ലഭിച്ചപ്പോഴും മഴ കിട്ടാത്തൊരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. തീരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഴ ഒഴിയും. എനിക്ക് തോന്നുന്നു ഉച്ചയോടുകൂടിയൊക്കെ കാർമേഘങ്ങൾ അകലും. നാളെ പൂരം ഗംഭീരമായിട്ട് നടക്കും. അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സ് മുഴുവൻ മന്ത്രിക്കുന്ന അതാണ്. ജയരാജേട്ടൻ സ്ഥിരം സാന്നിധ്യമാണ് ഇവിടുത്തെ. ഒരു പൂരം ഇതുവരെ മിസ്സാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാനൊരു 5-6 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാണ്. പിന്നെ ഈ ചാനലിൽ പൂരം തുടങ്ങുമ്പോഴേ ഞാനുണ്ട്. 2004 മറ്റോ തുടങ്ങിയതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10-20 വർഷത്തെ ലൈവ് പൂരത്തിൻ്റെ ഇതുണ്ട്. ഇത് ഒരു ലോകത്തിൻ്റെ മുന്നിൽ തൃശ്ശൂർ കാണിച്ചു കൊടുക്കുന്ന ഒരു എങ്ങനെയാണ് ഒരു മത്സരത്തെ ഉത്സവമാക്കേണ്ടത്, എങ്ങനെയാണ് സ്പർദ്ധയില്ലാതെ, ജാതിമതഭേദങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരു പൂരം എങ്ങനെയാണ് മഹാമാതൃകയാകുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഒന്നാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് ആ പൂരത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ തവണത്തെ പോലെ വിവാദങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കാം അല്ലേ? അതെ. പക്ഷേ അത്ര വലിയ കാര്യങ്ങളായിരുന്നില്ല സംഭവിച്ചത്. പക്ഷേ അതിപ്പം പൊതുവെ പൂരത്തിൻ്റെ ശോഭ കെടുത്തി. ഇപ്പം മന്ത്രി രാജനോടും മറ്റുള്ളവരോടൊക്കെ പറയായിരുന്നു, വളരെ കാര്യമായിട്ട് ഇടപെട്ട് ഒരു നിലയ്ക്കും ഒരു പ്രശ്നമില്ലാതെ പൂരം ഭംഗിയായി നടക്കട്ടെ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് നടപടികളെയും ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നിങ്ങനെ ഇപ്പോൾ സംസാരിച്ച് വന്നേ ഉള്ളൂ. പൂരം നന്നായി നടക്കും. ഹാപ്പി പൂരം. ജയരാജേട്ട, പൂരത്തിന്റെ ഒരു ജയരാജേട്ടൻ്റെ പാട്ടില്ലാതെ ഒരു പൂരം ഇല്ല. അപ്പോൾ ഒരു 2 വരി നമുക്ക് വേണ്ടിയിട്ട്. അതന്നെ, പൂരം പൊടി പൂരം പൂരം തൃശ്ശൂരിൽ പൂരം പൂരം, ചെണ്ടകളുടെ മണ്ടയിലടിപിടി, കൈക്കോലുകൾ തുള്ളും പൂരം, കുട്ടവയറൻ മദ്ദളം അവരുടെ ഇരുപുറവും തകൃതി പൂരം, തക 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 തക. പൂരം വൈബാണ് ഫുള്ള്. ഫുൾ വൈബ്. തീർച്ചയായും ഓൺ എയർ. തീർച്ചയായും ജയരാജ് വാര്യരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ഇതാണ് ഈ ഒരു വൈബാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നു. വലിയ ആവേശത്തിൽ ആ ഒരു പൂര വിളംബരം അല്പസമയത്തിനകം തുടങ്ങും. തൃശ്ശൂരിൽ നിന്നും അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.